തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ UDFിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ജോസ് കെ മാണി MP 24 പറഞ്ഞു. പരാജയഭീതിയെ തുടർന്ന് പല വാർഡുകളും UDF സ്ഥാനാർത്ഥികളെ പോലും നിർത്തിയിട്ടില്ല. പാലാ നഗരസഭയിൽ മികച്ച വിജയമുണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. 3 വാർഡിൽ UDFിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. മാത്രമല്ല, ഇത് അവർക്ക് ഓൾറെഡി പരാജയം അവർ സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താകട്ടെ, നമ്മൾ ആരെയും ആക്ഷേപിക്കാനൊന്നും, നമ്മൾ നമ്മുടെ ഹോംവർക്ക് ചെയ്ത് ആ മുനിസിപ്പാലിറ്റിയെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടും പാലായിൽ നിലനിർത്തുകയല്ല, പാലായിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പെർഫോമൻസ് നമ്മുടെ റിസൾട്ട് മെച്ചപ്പെടുത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, പാലാ നഗരസഭ 30-35 വർഷത്തിന് ശേഷം ജോസ് കെ മാണിയുടെ പിന്തുണ LDF പിടിച്ചതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. കഴിഞ്ഞ തവണ പക്ഷേ എന്താണ് ജോസ് കെ മാണി LDFിലേക്ക് ജസ്റ്റ് വന്ന കാലമായിരുന്നു. പക്ഷേ വലിയ നേട്ടം ഉണ്ടാക്കാൻ LDFിന് ജോസ് കെ മാണി അവരോട് കഴിഞ്ഞു. ഇത്തവണ 5 വർഷം കഴിയുന്നുണ്ട്. ഇരുവരും ചേർന്ന ആ സഖ്യം കുറേ നാൾ കൂടി കുറേ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് അവർ പ്രവർത്തിച്ചു. അത് കൂടുതൽ നന്നായി വർക്കൗട്ട് ആവുമെന്ന് ജോസ് കെ മാണിയും LDFും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല എന്ന് UDFും പറയുന്നുണ്ട്. എന്താണ് കോട്ടയത്തിന്റെ കൊട്ടിക്കലാശം, ടോബി? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ കോട്ടയത്തെ ശ്രദ്ധേയമാക്കുന്നത് ഈ കേരള കോൺഗ്രസുകളുടെ ഒരു പോരാട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ജോസ് കെ മാണിയും കൂട്ടരും UDF ഇട്ട് LDFിലേക്ക് വരുന്നത്. അതിനുശേഷം പെട്ടെന്നുള്ള ഒരു പല സ്ഥലങ്ങളിലും ചില ധാരണകളൊക്കെ തെറ്റിച്ച് അവർക്ക് മത്സരിക്കേണ്ടി വരുന്നു. എന്നിരുന്നാൽ പോലും LDFിന് മികച്ച വിജയം കഴിഞ്ഞ തവണ ഉണ്ടായി കോട്ടയം ജില്ലയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജില്ലാ പഞ്ചായത്ത് ഭരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ പാലാ നഗരസഭ വർഷങ്ങൾക്ക് ശേഷം 40 വർഷത്തോളം UDF ഭരിച്ച പാലാ നഗരസഭ അവർക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ 71 പഞ്ചായത്തുകളിൽ 59 LDFിന് അധികാരത്തിൽ വരാൻ സാധിച്ചു. 11 ബ്ലോക്കിൽ 10 LDFിന് അധികാരത്തിൽ വരാൻ സാധിച്ചു. നഗരസഭകൾ 6 നഗരസഭകളിൽ 4 നഗരസഭകൾ UDFിന് വിജയിച്ചു. ഈ നഗരസഭകളിൽ മാത്രമാണ് UDFിന് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും ഇത്തവണ വരുമ്പോൾ ഈ 5 വർഷം ഒന്നിച്ച് അടിത്തട്ടിൽ കേരള കോൺഗ്രസ് എമ്മും CPM ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ ഇത്തവണ സാധിക്കും, ഒരു മികച്ച വിജയത്തിലേക്ക് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം തന്നെ അപ്പാടെ UDF നേതൃത്വവും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളും എല്ലാം തള്ളിക്കളയുകയാണ്. അവർ പറയുന്നത് പാലായിൽ ഒരിക്കലും ഇനിയൊരു ഒരു തവണ കൂടി LDF അധികാരത്തിൽ വരില്ല. നമ്മളിപ്പോൾ മാണി സി കാപ്പനോട് സംസാരിച്ചു, അദ്ദേഹത്തിന്റെ പ്രതികരണവും ലഭ്യമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു തരത്തിലും ജോസ് കെ മാണിക്കും കൂട്ടർക്കും പാലാ നഗരസഭയിൽ വിജയിക്കാൻ ഇത്തവണ സാധിക്കില്ല. ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം അതുപോലെ തന്നെ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വിജയത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകളാണ്. വിമതരെയൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു തരത്തിലും LDFിന് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ല. പഞ്ചായത്തുകളിൽ നോക്കുകയാണെങ്കിൽ മികച്ച മുന്നേറ്റം ഇത്തവണ UDFിനുണ്ടാകും. അത് സർക്കാർ വിരുദ്ധ വികാരം പ്രധാനമായിട്ടും ഈ കോട്ടയം ജില്ലയിലൊക്കെ ഉണ്ട്. അത് റിഫ്ലക്ട് ചെയ്യുമെന്നാണ് UDFിന്റെ ഒരു വിലയിരുത്തൽ. ജില്ലാ പഞ്ചായത്തിലേക്ക് നോക്കുകയാണെങ്കിലും കടുത്ത പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. 5 കേരള കോൺഗ്രസുകൾ നേർക്കുനേർ മത്സരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ കണ്ടതാണ് അതിരമ്പുഴ അതുപോലെ തന്നെ കുറവിലങ്ങാട് പോലെയുള്ള ഡിവിഷനുകളിലൊക്കെ നേർക്കുനേർ കേരള കോൺഗ്രസുകളുടെ പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് കേരള കോൺഗ്രസുകളുടെ ഒരു അഭിമാന പോരാട്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് കരുത്ത് തെളിയിക്കേണ്ടത് ഈ 2 കൂട്ടർക്കും ആവശ്യമാണ്. അതുകൊണ്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി സർവ്വ ആയുധങ്ങളും എടുത്തുള്ള ഒരു പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ആർക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. LDFിന്റെ കോൺഫിഡൻസ് അതാണ്. കഴിഞ്ഞ തവണ പെട്ടെന്ന് വന്ന് കേരള കോൺഗ്രസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച വിജയം നേടാൻ സാധിച്ചു. എന്നാൽ ഇത്തവണ അവർ ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് കേരള കോൺഗ്രസ് എം പറയുന്നു. എന്നാൽ അതിനെ കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നതിന് ശേഷം നടക്കുന്ന 2ാമത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ അവരായിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെയാണ് അവർ LDFിലേക്ക് വരുന്നത്. അത് വലിയ നേട്ടം ഉണ്ടാക്കാൻ LDFിന് കഴിഞ്ഞു. വളരെ വൈകി നടത്തിയ സീറ്റ് നിർണ്ണയങ്ങൾ ഒക്കെ ആയിരുന്നെങ്കിൽ കൂടിയും അതൊന്നും ബാധിച്ചില്ല. ഇത്തവണ 5 വർഷം കഴിയുന്നു. കൂടുതൽ കോൺഫിഡൻസിലാണ് LDF. UDF പറയുന്നത് ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് മണ്ണിൽ. അതുകൊണ്ട് തന്നെ ഇക്കുറി അവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് UDFും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.